സർ, ശശി തരൂരിന്റെ പരാമർശങ്ങൾ വിടാതെ കോൺഗ്രസിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്തു പറയുന്നോ അതിന് എതിരായിട്ട് തന്നെയാണ് തരൂര് സംസാരിക്കുന്നത്. വീണ്ടും RSSനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഇറക്കി ഹൈക്കമാൻഡിനെ വല്ലാതെ വറുചട്ടിയിലാക്കിയിരിക്കുകയാണ് തരൂര്. അല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഈ തരൂരിനെ പ്രകോപിപ്പിക്കാൻ പോകുന്നത് ഇവർ? ഇടയ്ക്ക് ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞാൽ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കമാൻഡ് എന്താണെന്ന് വെച്ചാൽ തീർച്ചപ്പെടുത്തട്ടെ, ഞങ്ങളിതിനകത്തൊന്നും ഇടപെടുന്നില്ല എന്ന്. ശരിയാണ്, അത് ദേശീയ തലത്തിൽ തന്നെ തീർക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇവരുടെ വരുതിയിൽ നിൽക്കത്തില്ല തരൂര്. അത് വ്യക്തമായില്ലേ? ഇവർക്കെന്നാ പിന്നെ നടപടി എടുത്തുകൂടെ? അല്ല, ഇതിപ്പം രാഹുൽ ഗാന്ധിയെ ശശി തരൂരിനെ പ്രകോപിപ്പിച്ചല്ലോ. അതില് നമുക്കറിയാം, മനുസ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ട്, അത് RSS BJPക്ക് മനുസ്മൃതി ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു പരാമർശം നടത്തിയത്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ തരൂര് പറഞ്ഞിരിക്കുന്നത്. പഴയ RSS അല്ല ഇപ്പോഴത്തേത് എന്നുള്ളത് പറയാതെ പറയുന്ന ചില പ്രസ്താവനകളാണ്. അത് വീണ്ടും കോൺഗ്രസിനെയല്ലേ തരൂര് പ്രകോപിപ്പിക്കുന്നത്? അല്ല, ഇതിനകത്ത് ഇപ്പം ഈ തരൂര് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ തരൂരിനും പറയാൻ അവകാശമുണ്ടല്ലോ. ഇല്ല, നമ്മൾ ഒരു പാർട്ടിയിൽ നിൽക്കുകയല്ലേ സാർ. ഇപ്പോൾ ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അവർ ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൽ അത് എല്ലാ നേതാക്കന്മാരും ഒരേപോലെ നിൽക്കുമ്പോഴാണ് ആ പാർട്ടിയുടെ വളർച്ച ഉണ്ടാകുന്നത്. നമ്മൾ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ തരൂര് പറഞ്ഞത് ശരിയായിരിക്കാം, തരൂര് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ പാർട്ടിക്കകത്ത് നിൽക്കരുത്, നിഷ്പക്ഷമായിട്ട് നിൽക്കണം. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം ആ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് കൂടുതൽ ആ പാർട്ടിയെ നിന്നുകൊണ്ട് ആ പാർട്ടിയെ ഒറ്റ കൊടുക്കുന്ന തരത്തിൽ, കുതികാല് വെട്ടുന്ന തരത്തിലാകുന്നത് നല്ല നേതാവിന് ചേർന്ന പണിയാണ്. അല്ല, അങ്ങനെ തരൂര് അതിര് വിട്ടുവെങ്കിൽ ഇവർക്ക് പാർട്ടി സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനം അനുസരിച്ച് തരൂരിൻ്റെ മേൽ അച്ചടക്ക നടപടി സ്വീകരിക്കുക, പുറത്താക്കണമെന്നുണ്ടെങ്കിൽ പുറത്താക്കുക, കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുക, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. അതിലേക്ക് വരുവാണെങ്കിൽ സാറിന് എന്ത് തോന്നി? ഇത്തരത്തിൽ ഇനി തരൂരിനെ വെച്ച് പൊറുപ്പിക്കുമോ കോൺഗ്രസ്? തരൂരിനെ വെച്ച് പൊറുപ്പിക്കാൻ കോൺഗ്രസിന് തരൂരിനെ പുറത്താക്കാനുള്ള നട്ടലുറപ്പൊന്നുമില്ല, അതറിയാമോ? തരൂരിന് കഴിവ് ഇവിടെ നിന്ന് നിൽക്കുന്നതല്ല എന്നവർക്ക് മനസ്സിലായി. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കുന്നതല്ല. പിന്നെ തരൂരിനെ കളയാനും വയ്യ, എന്നാൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും കഴിയില്ല. നമുക്ക് അവിടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ തരൂരിനെ അങ്ങനെ കോൺഗ്രസിന് ചുമക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. തരൂർ കോൺഗ്രസിനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. തരൂരിനെ കോൺഗ്രസ് ചുമക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നില്ല. ഒരുപാട് ജനങ്ങൾ, ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ആ ജനങ്ങളെ, ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ പറയുമ്പോൾ ആ ലക്ഷക്കണക്കിന് ജനങ്ങളെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ജനങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പോകാൻ ഒരിക്കലും ഒരു പാർട്ടി ആഗ്രഹിക്കത്തില്ല. അപ്പോൾ അതിലും ഭേദം തരൂർ എന്ന നേതാവിനെ പുറത്താക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അത് തരൂരിനെ മാത്രമല്ല, ഇന്ന് മുൻകാലങ്ങളിൽ BJPയിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും CPMലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിയേക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരാളെയും ഒരു പാർട്ടിയും വെച്ചു പൊറുപ്പിക്കില്ല. അതാണ് ചെയ്യേണ്ടത്. അത് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അത് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആ തീരുമാനത്തിൽ എത്തുമായിരിക്കാം. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? തിരുവനന്തപുരം സീറ്റ് പോകുമല്ലോ എന്നുള്ളത് അവർ ഓർക്കുന്നുണ്ട്. തരൂരിലൂടെ ഒരു സീറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, തൊട്ട് പിന്നാലെ BJP ഇവിടെ നിൽക്കുകയാണ്. BJP കയറും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അത് കോൺഗ്രസ്സുകാരായിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ട് BJPയുടെ കയ്യിൽ ഏൽപ്പിക്കണ്ട എന്ന് കണക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന തരൂരിന് ചിലപ്പോൾ ഒരു ജനപിന്തുണയുണ്ടായിരിക്കും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, BJPയുടെ കൺസിഡറേഷൻ ഏറ്റവും. അല്ല, ഈ തരൂരിനെ പുറത്താക്കി കഴിഞ്ഞാൽ തരൂർ MP സ്ഥാനം രാജിവെക്കും തിരുവനന്തപുരം. തീർച്ചയായിട്ടും ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നുള്ളതാണ്. അതാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ കണക്കൂട്ടി ഇങ്ങനെ നിൽക്കുന്നത്. തരൂരിനെ അധികം പ്രകോപിപ്പിക്കണ്ട എന്നിടയ്ക്ക് ഇവിടെ തന്നെ KPCCയിൽ തന്നെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തരൂരിന് അങ്ങോട്ടേക്ക് നിലമ്പൂരിലേക്ക് വിളിച്ചില്ല, മിസ്ഡ് കോൾ പോലും ഇല്ലായിരുന്നു. ഉടനെ രാജ്മോഹൻ ഉണ്ണിത്താൻ
അതിന് മറുപടി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വരുന്നുണ്ട്. ഒരു പക്ഷേ സർ പറഞ്ഞത് ശരിയായിരിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ തരൂരിനെ പുറത്താക്കുകയാണെങ്കിൽ തരൂരിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ തരൂരിനെ ഇഷ്ടമുള്ള കുറേ അണികൾ അല്ലെങ്കിൽ പറഞ്ഞോണം കുറേ ജനങ്ങൾ കേരളത്തിലുണ്ട്. തരൂർ ഫാൻസ് എന്ന് തന്നെ പറയാം, യുവതലമുറയുണ്ട്. ഒരു പക്ഷേ അവരുടെ വോട്ട് വിഹിതം തരൂരിനെ പുറത്താക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് മാറി മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ അവർ വെയിറ്റ് ചെയ്യുകയായിരിക്കാം. അതിനു മുമ്പായിട്ട് തന്നെ ചില തീരുമാനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും തരൂരിൻ്റെ കാര്യത്തിനകത്ത്. കാരണം തരൂരിന് ചില ഉത്തരവാദിത്തങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാർ നൽകും. അത് വലിയ നയതന്ത്ര സ്ഥാനങ്ങൾ തന്നെയായിരിക്കും. ഒരു ശരിക്കും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആഗ്രഹിക്കുന്നു, ഇപ്പം കേന്ദ്രത്തിലാണെങ്കിലും കേരള ഘടകത്തിലാണെങ്കിലും കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം തരൂർ ഒന്ന് രാജിവെച്ച് പോകണേന്നായിരിക്കും. അതാണ് തരൂർ. അല്ല, സ്വയം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് പറയാലോ അദ്ദേഹത്തിന് വേറെ ഇത് കിട്ടി, അദ്ദേഹം പോയി, അല്ലെ അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ചു എന്ന് പറയാലോ. പിന്നെ എടുത്തു കളയുന്നത് വലിയ കാര്യമല്ല. തരൂര് തന്നെ പിന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്നെ ഒന്ന് പുറത്താക്കി തരൂ, എന്നെ ഒന്ന് പുറത്താക്കൂ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഒരു സിനിമയിൽ ജഗതി ഈ റോഡിന് നടുവിൽ കയറി പായ പിരിച്ച് കിടക്കുന്നുണ്ടല്ലോ, പോലീസുകാരോട് പറയും എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കൂ എന്ന് പറയുന്ന പോലെയാണ് തരൂര് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എന്നെ ഒന്ന് പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഇവിടെ ആരും കെട്ടിയിട്ടില്ല. അദ്ദേഹം ഒന്ന് പുറത്തു പോകൂ എന്നാണ് ഓരോ കോൺഗ്രസ് നേതാവും ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് തരൂർ ഒരു തലവേദനയായിട്ട് മാറിയിരിക്കണം. അപ്പൊ അദ്ദേഹം നമ്മൾ പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ തരൂർ എന്ന വ്യക്തി പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. ഇപ്പൊ RSS പഴയ RSS അല്ല, അവര് കുറെ മാറ്റമുണ്ട് എന്ന് പറയുന്നിടത്തുമൊക്കെ അത് ശരിയായിട്ടുള്ള കാര്യം. ഇപ്പൊ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചത് ഒരു ഭാഗത്ത് ശരിയാണ്. പക്ഷേ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്, അതിലൊരു പ്രതിപക്ഷം ആവശ്യമാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾക്ക് കേന്ദ്രം മറുപടി പറയുന്നിടത്താണ് ആ രാജ്യത്തിന്റെ യഥാർത്ഥ ജനാധിപത്യം നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ തരൂരിനോട് ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റായികയുണ്ട്. അല്ല, തരൂരിനെ ഇവർക്ക് വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുമ്പോൾ ആ സമയത്തൊന്നും തരൂരിൻ്റെ മേൽ അത്തരത്തിലുള്ള വിമർശനം നടത്താൻ പാടില്ല. അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന, കാരണം ഇത് ദേശീയതയുടെ പ്രശ്നമാണ്, രാജ്യസ്നേഹത്തിൻ്റെ പ്രശ്നമാണ്. തരൂര് പോയിരിക്കുന്നത് രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ്, മോദിയുടെ പ്രതിനിധിയൊന്നുമല്ല, അല്ലെങ്കിൽ BJP. തരൂരിനെ കോൺഗ്രസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. തരൂരിന്റെ ലിസ്റ്റ് ഇട്ടില്ല എന്നുള്ളത് അത് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ആരുടെയൊക്കെ ലിസ്റ്റ് ഇടണ്ടെന്നുള്ളത്. അവർ തീരുമാനിച്ച ലിസ്റ്റ് കൊടുത്തു. ഒരു പക്ഷേ അവർക്ക് അന്നേരം തരൂരിന്റെ പേര് വെക്കാൻ, ഒരു പക്ഷേ തരൂരുമായിട്ടുള്ള സ്വരക്കേടുകളായിരിക്കും, പേര് വെക്കാൻ അവർക്ക് തോന്നിയില്ല. പിന്നീട് തരൂരിനെ കേന്ദ്രം നേരിട്ട് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പാർട്ടി ചോദിച്ച ഒരു കാര്യമുണ്ട്, ഒരു വാക്ക് ഇവിടെ പറയാം, എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത്? കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിന്റെ കേരളത്തിലുമല്ല, കേന്ദ്രത്തിന്റെ ഒരു വലിയ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി അറിയണം, ഞാൻ പോകണം, എനിക്ക് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നിടത്ത് പാർട്ടി നിൽക്കുമായിരുന്നു. പക്ഷെ അറിയിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തെ പാളിച്ച എന്ന് തന്നെ പറയും. ഇതിനകത്തുള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇത് നേരത്തെ തുടങ്ങിയതാണ്. തരൂർ ഈ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും ഒക്കെ ലേഖനങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. ഇവിടെയുള്ളവർ ശരിയായ രീതിയിൽ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതിൽ അവർക്ക് പിടിപ്പുകേട് സംഭവിച്ചു. അന്നേ തരൂർ പറഞ്ഞു, ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ കൊടുക്കുക, അവർ വായിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന്. പിന്നീട് അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ നേരെയും നല്ല വിമർശനം തരൂരിൽ നിന്ന് കിട്ടി. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമോ ചരിത്രമോ അറിയില്ല എന്ന് പറഞ്ഞത് അത് രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ക്ഷീണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. കാരണം തരൂരിൻ്റെ പ്രൊഫൈൽ വളരെ വലിയ പ്രൊഫൈലാണ്. അദ്ദേഹത്തിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിരുവനന്തപുരത്തെ MP എന്നുള്ളതൊന്നും അല്ല വലുത്, അതിനപ്പുറത്തിരുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആൾ. ഇനിയും അത്തരത്തിലുള്ള അതിനപ്പുറമുള്ള സ്ഥാനമാനങ്ങളിൽ പോകാൻ സർവ്വതാ യോഗ്യനായിട്ടുള്ള ആളുമാണ്. അത് കോൺഗ്രസിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം തരൂരിനെ നമ്മൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും സാർ പറയുന്നത് പോലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ കഴിവും അതിന്റെ യോഗ്യതയുമുള്ള ഒരു വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പം ആ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ചില മര്യാദകൾ കൂടി അദ്ദേഹം കാണിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന് പാളിച്ചകൾ സംഭവിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.